നേതാവിൻ്റെ നാളെ. ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഏറ്റവും നിർണായകമാകുന്ന നേതാക്കൾ, മൂന്ന് മുന്നണിയിലെയും പ്രധാന നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നാളെ എങ്ങനെയാവും ബാധിക്കുക എന്ന വിശകലനത്തിലേക്ക്. നേതാക്കളുടെ നാളെയിൽ ഇന്ന് പിണറായി വിജയൻ. വിജയിച്ചാൽ പിണറായി വിജയൻ അജയ്യനായി മാറും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എതിരാളികളില്ലാത്ത നേതാവായി മാറും. തുടർച്ചയായി മൂന്നാം തവണയും മുഖ്യമന്ത്രിയാവുക എന്ന തകർക്കാൻ പ്രയാസമായ റെക്കോർഡിന് ഉടമയാകും. കാലം എത്ര കഴിഞ്ഞാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രകാശം പരത്തി നിൽക്കും പിണറായി വിജയൻ എന്ന പേര്. 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമെടുത്താൽ കേരളത്തിൻ്റെ ഒന്നാം നമ്പർ പാർട്ടി CPM ആണ്. ആ പാർട്ടി കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തിൽ ആദ്യ 1.5 പതിറ്റാണ്ട് കാലം ചുറ്റിത്തിരിഞ്ഞത് രണ്ട് അച്ചുതണ്ടുകളെ ചുറ്റിയായിരുന്നു, VS അച്യുതാനന്ദനും പിണറായി വിജയനും. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം CPMനും ഇടതുമുന്നണിക്കും ഒറ്റ അച്ചുതണ്ടേ ഉണ്ടായിട്ടുള്ളൂ, അത് പിണറായി വിജയനാണ്. പിണറായി തീരുമാനിക്കുന്നതേ പാർട്ടിയിലും മുന്നണിയിലും നടന്നിട്ടുള്ളൂ. പാർട്ടി തീരുമാനങ്ങളുടെയും ഇടതുമുന്നണി ഭരണത്തിൻ്റെയും നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും അധികാരിയും അവകാശിയും പിണറായി വിജയനാണ്. ഇനി 4 സാധ്യതകളിലേക്ക്. സാധ്യത 1, 90ലേറെ സീറ്റുകളോടെ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വീണ്ടും വിജയിക്കുക. അങ്ങനെയെങ്കിൽ പിണറായിയാണ് ശരി, പിണറായി മാത്രമാണ് ശരി എന്ന നിലയിലേക്ക് CPMും ഇടതുമുന്നണിയും കേരളവും മാറും. പാർട്ടിയിലും കേരളത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനിഷേധ്യ നേതാവായി പിണറായി വിജയൻ തുടരും. മുഖ്യമന്ത്രി ആരാവുമെന്ന ചോദ്യം ഉയരുകയേയില്ല. മന്ത്രിമാരാരാവണമെന്നതും പിണറായി വിജയനാവും തീരുമാനിക്കുക. കേരളത്തിൻ്റെ പിതൃസ്വരൂപമായി പിണറായി വിജയൻ എന്ന മനുഷ്യൻ മാറും. ദേശീയ തലത്തിൽ സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ നേതാവായി കൂടി കൂടുതൽ ഉയരത്തിലേക്ക് പിണറായി എത്തും. അടുത്ത പാർട്ടി കോൺഗ്രസിന് ശേഷവും PBയിലും പാർട്ടി നേതൃത്വത്തിലും തുടരും. ഈ സാധ്യതയിൽ ഏറ്റവും കനത്ത തിരിച്ചടിയും തകർച്ചയും നേരിടേണ്ടി വരുന്നത് UDFനും കോൺഗ്രസിനുമാകും. പരസ്യ കലാപത്തിലേക്ക് കോൺഗ്രസ് നീങ്ങും. പ്രതിപക്ഷ നേതാവ് ആരാവണം എന്നതിലടക്കം കടുത്ത തർക്കത്തിലേക്കാകും നീങ്ങുക. നിലവിലെ ആരോഗ്യാവസ്ഥയിൽ ഇത് നേരിടാൻ കഴിയുന്നത്ര ആരോഗ്യസ്ഥിതി കോൺഗ്രസിന് ഇല്ല എന്നതും ഓർക്കണം. ഇനി സാധ്യത 2, നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ജയിക്കുക. മൂന്നാം തവണയും ജയം ആവർത്തിക്കാനായി എന്ന ഒറ്റ കാരണത്താൽ പിണറായി വിജയൻ്റെ നേട്ടമായി തന്നെ ഇതും വിലയിരുത്തപ്പെടും. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്നതിലും സംശയമില്ല. പക്ഷേ പാർട്ടിയിലും സർക്കാരിലും സമ്പൂർണ്ണാധിപത്യം തുടരാനാവില്ല. പാർട്ടിയിലെ ഭിന്നസ്വരങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ മന്ത്രിമാരെ തീരുമാനിക്കാനും മുന്നോട്ട് പോകാനും കഴിയൂ. ക്രമേണ പാർട്ടിയിലെ സമ്പൂർണ്ണാധിപത്യത്തിൽ ഇടിവുണ്ടാവുകയും ചെയ്യും. സർക്കാർ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറേണ്ടിയും വന്നേക്കാം. ഇനി സാധ്യത 3, ഇടതുമുന്നണിക്ക് നേരിയ പരാജയം ഉണ്ടാകുന്നു. ഇടതുമുന്നണി പരാജയത്തിൻ്റെ പഴി മുഖ്യമായും കേൾക്കേണ്ടി വരിക പിണറായി വിജയന് തന്നെയാകും. പക്ഷേ പരാജയം നേർത്തതായതിനാൽ വരും വർഷങ്ങളിലും പാർട്ടിയിൽ കാര്യമായ പരിക്കില്ലാതെ പിണറായി വിജയന് നേതൃത്വത്തിൽ തുടരാം. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണോ എന്നത് പിണറായി തന്നെയാവും തീരുമാനിക്കുക. ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പകരം ആര് വരണമെന്നതിലും പിണറായിയുടെ അഭിപ്രായത്തിന് തന്നെയാവും മേൽക്കൈ. ചുരുക്കി പറഞ്ഞാൽ പിണറായി സ്വയം മാറി നിന്നാൽ ആര് പ്രതിപക്ഷ നേതാവാവണമെന്നതും പിണറായി തന്നെ തീരുമാനിക്കും. ഇനി സാധ്യത 4, ഇടതുമുന്നണിക്ക് സമ്പൂർണ്ണ പരാജയം. 90ലേറെ സീറ്റുകളുമായി UDF വിജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ പിണറായി യുഗത്തിൻ്റെ അന്ത്യമാകും. പരാജയത്തിൻ്റെ പഴി പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടിയും വരും. പാർട്ടിയിൽ ഇപ്പോഴുള്ള കരുത്ത് വല്ലാതെ ചോരുകയും ഇപ്പോൾ ഒപ്പം നിൽക്കുന്നവരടക്കം പാർട്ടിക്കുള്ളിലും പുറത്തും പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് ആരാവണം എന്നതിലപ്പോൾ ആ സമയത്ത് പാർട്ടിയിൽ രൂപപ്പെടുന്ന ശാക്തിക ചേരിക്കാവും തീരുമാനമെടുക്കാൻ കഴിയുക. അടുത്ത പാർട്ടി കോൺഗ്രസോടെ പിണറായി വിജയൻ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും ഒഴിയും. ഈ 4 സാധ്യതകൾക്കൊപ്പം പിണറായിയുടെ ഭാവി നിശ്ചയിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അത് BJP അക്കൗണ്ട് തുറക്കുമോ, തുറന്നാൽ 3ലേറെ MLAമാർ BJPക്കുണ്ടാവുമോ എന്നതാണ്. ഇടതുമുന്നണി ജയിച്ചാലും തോറ്റാലും BJPക്ക് അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ലഭിക്കും. ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ പോരാട്ട നിരയിൽ പിണറായിയുടെ സ്ഥാനം ഉയർന്നു തന്നെ നിൽക്കും. മറിച്ച് ഇടതുമുന്നണി ജയിച്ചാലും തോറ്റാലും BJP MLAമാരുടെ എണ്ണം 3ൽ കൂടിയാൽ അവിടെ മുഖ്യ പഴി കേൾക്കേണ്ടി വരിക പിണറായിക്കാവും. ഡീൽ ആരോപണമടക്കം കേൾക്കേണ്ടിയും വരും. സാധ്യതകൾ ഇങ്ങനെ പലതുണ്ട്. ഇതിൽ ഏതാവും ഫലം എന്നറിയാൻ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടിയും വരും.